എന്താണ് കണ്ണാപ്പി, കുണ്ണ, താളി, അമ്മയ്ക്ക് വിളിക്കുന്നു, അച്ഛന് വിളിക്കുന്നു. ഇത് തന്നെ 2-3 ദിവസമായിട്ട്. പിന്നെ ഇന്നലെ മൈൻഡാക്കി വിട്ടില്ല, കാരണം ഇത് ഇങ്ങനെയുള്ളവന്മാര് ഇതാണെന്ന് മൈൻഡാക്കി വിട്ടില്ല. അപ്പൊ ഇന്ന് ഇതുപോലെ റാൻഡം ആയിട്ട് ഞാൻ ഇങ്ങനെ ഒമികളി വന്ന ഒരു കൊച്ചിനെ കണ്ട്. അപ്പം പേരൊക്കെ ചോദിച്ചു, പേര് കഴിഞ്ഞിട്ട് വയസ്സ് ചോദിക്കല്ലോ. വയസ്സ് ചോദിച്ചപ്പോ 17 വയസ്സ്. കൊച്ചുകൊച്ചിനെ പോലെ അതിനെ കാണായിരുന്നത്. അപ്പൊ വയസ്സ് ചോദിച്ചപ്പോഴത്തേക്ക് 17 വയസ്സ് പറഞ്ഞു. അപ്പൊ തന്നെ സ്കിപ്പ് അടിച്ച്. അപ്പൊ തന്നെ ഈ കുണ്ണ ഉണ്ടല്ലോ, ഈ കുണ്ണ എന്നിട്ട് അപ്പൊ തന്നെ ഇവനാണെങ്കിൽ എന്റെ ഫോട്ടോയും ഈ കൊച്ചിന്റെ ഫോട്ടോയും വെച്ചിട്ട് അതില് മറ്റേ തന്തേലാഴി എഴുതി വിടല്ലേ. ഞാൻ അങ്ങനെ സ്ക്രീൻഷോട്ട് കാണിച്ചു വേണ്ടി. ഞാൻ അതിന്റെ ഫോട്ടോ ഇതാണ് തന്നെ. ഇത് നോക്കി ഞാൻ അതിന്റെ ഫോട്ടോ മാച്ചിട്ടാ വയ്ക്കുന്നത്. അതിന്റെ ഫോട്ടോ മായിച്ചു സൈഡിലെ പെങ്കൊച്ചിന്റെ ഫോട്ടോ ഉണ്ട്. ആണോ? ഞാൻ മീശൻ താടിയും മേടിച്ചെണ്ണ. അണ്ണാ ആദ്യം ഞാൻ ഈ സ്റ്റൈലാണ് പിടിച്ചത്. നോക്കിയേ, ഇതിനകത്തൊരു സാധനം ഉണ്ടോ? അതിനകത്ത് ഹൈലൈറ്റ് ഒരു സാധനം ഉണ്ട്. സൂം ചെയ്ത് കാണിച്ചിട്ട് ഹൈലൈറ്റ് കാണിച്ചു. സൂം ചെയ്ത ഹൈലൈറ്റ്. അണ്ണാ സംഭവം ഇറ്റാലിയൻ മീശ ആക്കാൻ നോക്കിയാണ്. അപ്പൊ മീശയുടെ പാതി പോയി. അത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂ അണ്ണാ? ഇതാണ് ഇതല്ലേ ഇത് വായിച്ചു നോക്കണേ. പവേർഡ് ബൈ TGA. നീ TGAയുടെ അത്ര എത്തില്ല. ഓക്കെ അപ്പഴെടുത്ത് മറ്റേത് എന്നിട്ട് ആ കൊച്ചു വന്നിട്ട് ഇതാണ് കൊച്ചിന്റെ ഫോട്ടോ ഇതാക്കി ഞാൻ ചോമ്പ് വെച്ച് വരച്ചു വെച്ചിട്ടുണ്ട്. എടാ ഞാനൊരു കാര്യം പറയാം. ഇതിപ്പോ 2 രീതിയിൽ നമുക്ക് എടുക്കാം. ഒന്ന്, നമ്മള് TGA ആയിട്ട് ഇത്ര ഇഷ്യൂ ആയതുകൊണ്ട് ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് മൂട്ടിക്കരുന്ന, അതായത് ഇപ്പൊ KV ആയിട്ട് അടിയായാലും ആരായിട്ട് അടിയായാലും അങ്ങനെ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഒന്ന് അവരായിരിക്കാം, മനസ്സിലായി. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇവര് ഇമ്മച്ചുവേർഡ് ഒരുത്തനായിരിക്കാം ഇത് ചെയ്തത്. നമുക്കിത് അവരാ ചെയ്തതെന്ന് ഒരിക്കലും അക്യൂസ് ചെയ്ത് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. അവരെ പറയാൻ ഇത് ഇങ്ങനെ അതിന്റെ അകത്ത് എന്നിട്ട് എഴുതി. പക്ഷെ ഇവ 2-3 തൊട്ട് ഇങ്ങനെ മാസമായിട്ട് എഴുതി ഈ ഒരു തീ ഉണ്ടല്ലോ അണ്ണാ, ഇതിങ്ങനെ സൂം ചെയ്യാൻ പറ്റുമോ? ഓബിയസ് ആയിട്ട് സൂം ചെയ്യാൻ പറ്റുമല്ലോ. ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ള ഒരു സാധനമാണ്, മനസ്സിലായ? ഇതാണ് ഇത് ചെയ്യുന്നത്. ഇത് നമുക്ക് ആരാന്നറിയാതെ, മീൻസ് ഇത് എന്തോന്നും പറയാനും ചെയ്യാനും പറ്റത്തില്ല. ഇത് ആരാ ചെയ്തെന്ന് കണ്ടുപിടിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ കൊച്ചിന്ന് കണ്ടിട്ടാണ് ഇതെന്നെ കാണിച്ചിട്ട് മറ്റേ ഞാൻ എന്തോ ചെയ്തതാണ് എന്റെ അടുത്ത്. ഇവൻ എന്താ മനഃപൂർവ്വം ചെയ്യുന്ന പോലത്തെ രീതിയിൽ സംസാരിച്ചിട്ട് പോയണ്ണ. ഓ എന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പേടിച്ചു പോയി. ഞാൻ അപ്പോഴേ പേടിച്ചായി കൊടുത്തി. അത് അറിയത്തില്ലല്ലോ. അത് ആ കൊച്ചിനെ അറിയത്തില്ല എന്താന്ന്, TV എന്താന്നൊക്കെ. നിങ്ങളൊക്കെ ചുമ്മാ ഒമേകൾ കയറി ഇരിക്കുന്നല്ലേ ഉള്ളൂ. ഓ അതന്നെ എന്ത് പറയാനാണ് ഇതൊക്കെ. പോട്ടെ. ഇനി വരുന്നുണ്ടോ നോക്കിട്ട് പറ. നോക്കിട്ട് അതാണ് നല്ലത്. 2 ദിവസമാണ്. ഞാൻ എന്തായാലും നാളെ കൊണ്ടു കയറുന്നു. നാളെ ഒരു പയ്യനെ വിളിച്ചേ. എന്നാലും നിർത്തൂല. നാളെ കേറും. അല്ലല്ലോ, നാളെ ഒരു പയ്യനെ വിളിച്ചാണ്. അവനെ കൊടുക്കാന്നുള്ള രീതിയിൽ കയറുന്നുണ്ടോ? മിസ്റ്റർ ബോബോയ് ഇന്ന് എന്തിനായിരുന്നു വീട്ടിൽ വന്നത്? വീട്ടിൽ വന്നായിരുന്നു. അപ്പൊ 2 വണ്ടിയില്ല ഇല്ലാണ്ട് ഞാൻ തിരിച്ചു വന്നു. പക്ഷേ ആ കാർപോർച്ചിൽ കിടന്ന ഷൂസ് എടുത്തത് എന്തിനാണ്? അതാണ് എന്റെ ചോദ്യം. അത് വണ്ടിയുടെ ബാക്കിലാണ്. കണ്ടപ്പോ നല്ല ഷൂസ് ഇവിടെ CCTV വിചാരിച്ചത്. അത് ഇഷ്ടപ്പെട്ടു പോയില്ലാണ്. അല്ല നീ അത് എവിടെ ഇട്ടോണ്ട് നടക്കുവാ? എടാ അതിൽ നിന്റെ 2 കാലെടുത്ത് വെച്ചാൽ അതിൽ ഒരു ഷൂവിൽ അതിൽ വീണ്ടും സ്പേസ് ഉണ്ടാവും. എന്തിനാണ് മറച്ചു വെക്കാനേ. എല്ലാം നല്ല വില കൂടിയ ഷൂസ് അല്ലേ? അതെ, ഡ്യൂപ്ലിക്കേറ്റ് ആടാ ഷൂ അത്. ആണല്ലേ? അതെ. എടാ എന്നെ മിഥുനെണ്ണം കൊണ്ടുപോയടാ. എന്റെ